നമസ്കാരം. കെ സി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. പുല്ലങ്ങടിയിൽ യാത്രാക്ലേശം രൂക്ഷം. നാട്ടുകാർ ബോട്ട് പിടിച്ചുകെട്ടി. ക്ഷീരകർഷക മേഖലയെ സംരക്ഷിച്ചില്ലെങ്കിൽ കന്നുകാലികളെ നിരത്തി നിർത്തി AC റോഡ് ഉപരോധിക്കുമെന്ന് കുട്ടനാട് വികസന സമിതി. INTUC ചങ്ങനാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. അതിരൂക്ഷമായ യാത്രാക്ലേശം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട പുല്ലങ്ങടിയിൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ നാട്ടുകാർ പിടിച്ചുകെട്ടി. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പുല്ലങ്ങടിക്കാരുടെ ഏകയാത്രാമാർഗമാണ് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ. നിലവിൽ 3 ബോട്ടുകളാണ് ഈ പ്രദേശത്തുകൂടി ഓടിയിരുന്നത്. എന്നാൽ ആദ്യം ഇതിൽ നിന്ന് ഒരു ബോട്ട് ഒഴിവാക്കി കായൽ മേഖലയിലേക്ക് സർവീസ് ആരംഭിച്ചു. തുടർന്നുള്ള 2 ബോട്ടിൽ ഒന്നുകൂടി നിർത്തലാക്കിയതോടെ ഇവിടേക്ക് ഒരു ബോട്ട് മാത്രമായതാണ് യാത്രാക്ലേശം രൂക്ഷമാകാൻ കാരണം. ഒരു സ്കൂൾ പോലുമില്ലാത്ത ഈ പ്രദേശത്തെ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്നത് ചമ്പക്കുളത്തും കൊട്ടാര സ്കൂളിലും കൊച്ചുപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലുമാണ്. ബോട്ട് സർവീസ് നിലച്ചതോടെ ഇപ്പോൾ ഇവർക്ക് സമയത്തിന് സ്കൂളിലെത്തണമെങ്കിൽ 200-300 രൂപ നൽകി യമഹ വള്ളം പിടിച്ചോ കിലോമീറ്ററുകൾ കാൽനടയായി നടന്നോ വേണം പോകുവാൻ. എന്നിട്ടും ഇവിടേക്ക് കൂടുതൽ സർവീസ് നടത്താൻ ജലഗതാഗത വകുപ്പ് തയ്യാറാകുന്നില്ല. ഉള്ള ബോട്ടുകളാകട്ടെ പലപ്പോഴും സമയം തെറ്റിയാണ് എത്തുന്നത്. തന്മൂലം വിദ്യാർത്ഥികൾക്ക് സമയത്തിന് സ്കൂളിലെത്താനോ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്തിന് എത്തിച്ചേരുവാനോ കഴിയുന്നില്ല. മാത്രമല്ല, രാത്രി 8 മണിക്ക് ശേഷം ഈ പ്രദേശത്തേക്ക് ബോട്ട് സർവീസ് ഇല്ലാത്തതും യാത്രാക്ലേശം രൂക്ഷമാകാൻ കാരണമാകുന്നു. കൂടാതെ 24 ജെട്ടിക്ക് സമീപമുള്ള കടത്തുവള്ളം 6 മണിക്ക് ശേഷം നിർത്തുന്നതോടെ പുല്ലങ്ങടി പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. ദൂരസ്ഥലങ്ങളിൽ ജോലി കഴിഞ്ഞെത്തുന്നവർ അമിത കൂലി നൽകി യമഹാവള്ളം വിളിച്ചു വേണം വീട്ടിലെത്തിച്ചേരാൻ. എന്നിട്ടും ഈ പ്രദേശത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള സൌകര്യങ്ങളെ നിർത്തലാക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പോണ കുട്ടികൾക്ക് വേണ്ടി കൺസ്ട്രക്ഷൻ ടിക്കറ്റ് എടുത്തിട്ട് പോലും യാത്രാ സൗകര്യത്തിനായി ഞാൻ ഇന്ന് 25-30 രൂപ വീതം കൊടുത്തുവിടണം. അതുപോലെ എനിക്ക് തന്നെ ഒരു ദിവസം 100 രൂപ ചെലവായി വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ബോട്ട് തടസ്സപ്പെടുത്തിയെങ്കിൽ തന്നെയും കെട്ടിട്ടിട്ടും അത് ഇതുവരെ അവർ ഇതിന് വിടാമെന്ന് പറഞ്ഞിട്ടും വിട്ടിട്ടില്ല. അതിനുവേണ്ടിയിട്ടാണ് ഡയറക്ടർ പറഞ്ഞതനുസരിച്ച് ചൊവ്വാഴ്ച ബോട്ട് വിട്ടുതരാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ബുധനാഴ്ച കെട്ടിക്കളാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിലാണ് ഞങ്ങൾ ഈ ബോട്ട് തടസ്സപ്പെടുത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ബുധനാഴ്ച രാവിലെ 8:15 ബോട്ടുകൾ പിടിച്ചുകെട്ടിയത്. തുടർന്ന് നെടുമുടി സബ് ഇൻസ്പെക്ടർ ശിവൻകുഞ്ഞിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തുകയും ബോട്ടുകളും പ്രതിഷേധക്കാരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തുടർന്ന് ജലഗതാഗത വകുപ്പ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ബോട്ടുകൾ വിട്ടുനൽകി. അടിയന്തരമായി നിർത്തലാക്കിയ ബോട്ട് സർവീസുകൾ പുനരാരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. പുല്ലങ്ങടി എന്ന് പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ബോട്ടില്ലാതെ യാതൊരു കാരണവശാലും അവിടുന്ന് സ്കൂളിലോ കോളേജിലോ എങ്ങും പോകാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പം നടന്നു പോകുന്ന വഴിയാണെങ്കിലും മൊത്തം മലിനമായ ജലമാണ്. അപ്പോൾ എല്ലാ ദിവസവും കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് നമ്മൾ എക്സ്ട്രാ 20 രൂപ കൊടുത്താണ് വിടുന്നത്, ഇങ്ങോട്ടും അങ്ങോട്ടും പോകാനായിട്ട്. ബോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് അരമണിക്കൂറോളം നിന്നതിന് ശേഷം വീണ്ടും ഇല്ലാത്തതുകൊണ്ട് യമഹ പിടിച്ചാണ് പോകുന്നത്. യമഹയ്ക്ക് 100-200 രൂപ കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് തീർച്ചയായിട്ടും മറ്റെന്തുണ്ടെങ്കിലും പുല്ലങ്ങടിയിൽ വികസനം സാധ്യമാകണമെങ്കിലും പുല്ലങ്ങടി കൂടെ ആളുകൾക്ക് പോകണമെങ്കിലും എവിടെ എത്തിച്ചേരണമെങ്കിലും ബോട്ടില്ലാതെ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതിന് ബന്ധപ്പെട്ട ജലഗതാഗത വകുപ്പ് നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം. ക്ഷീരകർഷകരുടെ ആവശ്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ കന്നുകാലികളെ നിരത്തി നിർത്തി AC റോഡ് ഉപരോധിക്കുമെന്ന് കുട്ടനാട് വികസന സമിതി. ആലപ്പുഴ ജില്ലയിലും പ്രത്യേകിച്ച് കുട്ടനാട്ടിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമാക്കാനും ക്ഷീരകർഷകരെ രക്ഷിക്കാനായി ആശ്വാസ നടപടികൾ സ്വീകരിക്കാനും സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ കുട്ടനാട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ മാമ്പുഴക്കരയിൽ നടന്ന ക്ഷീരകർഷക കൺവെൻഷൻ പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തി. കുളമ്പ് രോഗം മൂലം ചത്ത കറവ പശുവിന് 50,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകുകയോ വായ്പ എഴുത്തള്ളുകയോ ചെയ്യണം. കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പിലിയാനിക്കൽ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ക്വിന്റൽ ചാക്കിന്റെ ഭാരം 50 കിലോയായി കുറയ്ക്കുക, ക്ഷേമനിധി, പെൻഷൻ എന്നിവ കാലാനുസൃതമായി പരിഷ്കരിക്കുക, ജോലി സമയം 8 മണിക്കൂറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC ചങ്ങനാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് INTUC കോട്ടയം ജില്ലാ പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് താലൂക്ക് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നേട്ടങ്ങൾ അതാരുടെയും ഔദാര്യമല്ല. ഈ രാജ്യത്ത്
മറ്റുള്ളവരെ പോലെ ജീവിക്കാനും പൊതുസമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ അഭിമാനത്തോടെ ജീവിക്കാനും അവകാശമുള്ള തൊഴിലാളി വർഗത്തിന് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കാനുള്ള കരുത്ത് INTUC-ക്കുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിലെ INTUC-ക്കുണ്ടെന്ന് കഴിഞ്ഞ കാലത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണ്, തൊഴിലാളി വർഗം തയ്യാറാണ്. DC സെക്രട്ടറി KJ ജെയിംസ്, INTUC ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PA അബ്ദുൽ സലാം, GG പോത്തൻ, KJ ദേവസ്യ, ആന്റണി കുന്നുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ക്യാൻസർ ബോധവൽക്കരണവും നിർധനരായ രോഗികൾക്ക് 1 ലക്ഷം രൂപയുടെ ആജീവനാന്ത ക്യാൻസർ സുരക്ഷാ പദ്ധതിയുമായ കനിവിന്റെ രാമങ്കിരി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് രാമങ്കിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്യും. രാമങ്കിരി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചേക്കോടൻ, കുട്ടനാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷിബു മണല, സെക്രട്ടറി MC കുഞ്ഞപ്പൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം ബാറിലെ അഭിഭാഷകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് രാമങ്കരി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച കോടതി ബഹിഷ്കരിച്ചു. അഭിഭാഷകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും പിടികൂടുക, രാമങ്കരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻസിഫ് കോടതിയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബഹിഷ്കരണം. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം രാമങ്കരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ആക്രമണത്തിന്റെ ഫലമായി വധിക്കപ്പെട്ടിട്ടുള്ളതിന് അതിന്റെ പ്രതികളെ കണ്ടുപിടിക്കുകയും അവരെ മാതൃകാപരമായി നിയമത്തിന് വിധേയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആലപ്പുഴ ബാർ അസോസിയേഷനും അമ്പലപ്പുഴ ബാർ അസോസിയേഷനും രാമങ്കരി ബാർ അസോസിയേഷനും ബഹിഷ്കരിക്കാനെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ രാമങ്കരി കോടതിയിലെ മുഴുവൻ വക്കീലന്മാരും ബഹിഷ്കരിക്കുകയും അഭിഭാഷകന്റെ വധത്തിന് അപലപിക്കുകയും അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രാമങ്കരിയിൽ പുതിയതായ ഒരു മുനിസിപ്പൽ കോടതി, അതല്ല എങ്കിൽ ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി കൊണ്ടുവരണമെന്നുള്ള കാലാകാലങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹത്തിന്റെ ഫലമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും രാമങ്കരിയിൽ മുനിസിപ്പൽ കോടതിയോ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയോ തുടങ്ങുവാനായിട്ടുള്ള ഉത്തരവ്, ഫുൾ ബെഞ്ചിന്റെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരവിന്റെ പിൻബലത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ സമീപിക്കുക, ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ സമീപിക്കുകയും അവരെ അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യോഗത്തിൽ അഡ്വക്കേറ്റ്മാരായ KR ശ്രീകുമാർ, PP മധുസൂദനൻ, സന്തോഷ് കുര്യൻ, PK മധുസൂദനൻ, G മോഹൻദാസ്, MM അപ്പച്ചൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച പത്തനംതിട്ട വിദഗ്ധ സമിതി കളക്ടറേറ്റിൽ ഡിസംബർ 5-ന് 3:30 നടത്താൻ നിശ്ചയിച്ചിരുന്ന ഹിയറിംഗ് ഡിസംബർ 7-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മാറ്റി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും കർഷക പ്രതിനിധികൾക്കും ഗവൺമെന്റ് ഇതര സംഘടനകൾക്കും ഹിയറിംഗിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് രോഗം ബാധിച്ച കന്നുകാലികൾക്ക് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ മങ്കമ്പ് മൃഗാശുപത്രിയിൽ നിന്നും മിൽക്ക് സൊസൈറ്റികളിൽ നിന്നും ലഭിക്കുമെന്നും അപേക്ഷകൾ പൂരിപ്പിച്ച് എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്നും മങ്കമ്പ് വെറ്റിനറി സർജൻ അറിയിച്ചു. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടുന്നവർക്കായി നോർക്ക റൂട്ട്സ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ പരിശീലന പരിപാടി നടത്തി. പത്തനംതിട്ട അബാൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, ന്യൂനപക്ഷ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ ഡോക്ടർ ഫൈസൽ ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നോർക്ക റൂട്ട്സ് അക്കൌണ്ട്സ് ഓഫീസർ വീരരാഘവന്റെ നേതൃത്വത്തിൽ ഗണേഷ് ശ്രീനിവാസൻ, ഗിരീഷ് കുമാർ എന്നിവർ പഠന ക്ലാസുകൾ എടുത്തു. സായുധസേന പതാക ദിനം ഡിസംബർ 7-ന് ആചരിക്കും. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പതാക ദിന നിധി സമാഹരണത്തിന്റെയും വിമുക്ത ഭട സെമിനാറിന്റെയും ഉദ്ഘാടനം 7-ന് രാവിലെ 10 മണിക്ക് പത്തനംതിട്ട മണ്ണിൽ റീജൻസിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ നിർവഹിക്കും. ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് അധ്യക്ഷത വഹിക്കും. സൈനിക സുവനീർ കളക്ടർ പ്രകാശനം ചെയ്യും. ആലപ്പുഴയിൽ ഡിസംബർ 21 മുതൽ 28 വരെ നടക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനത്തിന് മുന്നോടിയായി ഫോട്ടോഗ്രാഫി മത്സരം നടത്തുന്നു. ആലപ്പുഴ നഗരത്തിന്റെ പഴമയുടെ ശേഷിപ്പുകൾ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് മത്സരത്തിൽ ഉണ്ടാകേണ്ടത്. 18x12 സൈസിലുള്ള കളർ ഫോട്ടോ ആയിരിക്കണം. ഒരാൾ ഒരു ഫോട്ടോ മാത്രമേ അയക്കാവൂ. എൻട്രികൾ ഡിസംബർ 15-നകം സംഘാടക സമിതി ഓഫീസിൽ സമർപ്പിക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് നരസിംഹപുരം ലോഡ്ജിലെ സ്വാഗത സംഘം ഓഫീസുമായി ബന്ധപ്പെടുക. പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 15 ദിവസത്തെ സംരംഭകത്വ വികസന പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയ 62 പേർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കോഴഞ്ചേരി ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങിൽ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോസഫ് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. പരിശീലന പരിപാടിയുടെ ഭാഗമായി വിവിധ യൂണിറ്റുകൾ സന്ദർശിച്ചു. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ക്ലാസുകൾ എടുത്തു. പരിശീലനത്തോടൊപ്പം വ്യവസായ പ്രമുഖരുമായി സംവദിക്കുന്നതിനും സംരംഭകർക്ക് അവസരം ലഭിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ D രാജേന്ദ്രൻ, K ശൈലമ്മ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ശിവകുമാർ, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ദിനേശ് എന്നിവർ സംബന്ധിച്ചു.
ജില്ലയിൽ 2012 ആഗസ്റ്റ് 1 ഒരു വർഷം പൂർത്തിയാക്കിയ പ്രീ പ്രൈമറി ജീവനക്കാരിൽ ഇനിയും ധനസഹായം ലഭിക്കാത്തവർ ഡിസംബർ 5-നകം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് അപേക്ഷ നൽകണം. ഒരു വർഷം പൂർത്തിയായി എന്നത് സംബന്ധിച്ച പ്രഥമ അധ്യാപകന്റെ സാക്ഷ്യപത്രം ഹാജരാക്കണം. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. ആലപ്പുഴ വെറ്റിനറി കേന്ദ്രത്തിൽ നിന്ന് 2 മാസം പ്രായമുള്ള സങ്കരയിനം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. ഒന്നിന് 90 രൂപയാണ് വില. ഡിസംബർ 6 രാവിലെ 10 ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ വിതരണം ചെയ്യും. ആലപ്പുഴ ബീച്ച് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേളയുടെ ലോഗോ തോമസ് ഐസക് MLA പ്രകാശനം ചെയ്തു. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടറുടെ ചുമതല വഹിക്കുന്ന ADM KP തമ്പി, സിരസ്ദാർ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുക, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ധിക്കാരം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വലിയ ചുടുകാട് ജംഗ്ഷന് സമീപത്തുനിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. പണിയെടുക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചില നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്, അതനുവദിച്ചു കൊടുത്താൽ പിന്നീട് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിലുള്ളവരെയും നഗരത്തിനുള്ളിലുള്ളവരെയും ഒഴിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് നീങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കുവാൻ പറ്റുന്നൊരു മേഖലയല്ല ഇത്. ആയിരക്കണക്കിന് ആളുകൾ ഉപജീവന മാർഗമാണ്. വികസനത്തിന് വേണ്ടി ബാധിക്കുന്ന ആളുകൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബലം പ്രയോഗിച്ച് ഇതിനിരുവശവും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര നാളായി നിങ്ങൾ ഈ വികസന പ്രവർത്തനം നടത്തിയിട്ട്? ആലപ്പുഴയിലെ ഗതാഗതക്കുറവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ബൈപ്പാസ്. ജില്ലാ സെക്രട്ടറി അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PV സത്യനേശൻ, അഡ്വക്കേറ്റ് V മോഹൻദാസ്, PK സദാശിവൻ പിള്ള, VJ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 2014-2016 കാലയളവിലെ താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റ് പരിശോധിക്കാം. ആക്ഷേപമുള്ളവർ ഡിസംബർ 17 എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് അപേക്ഷ നൽകണം.
പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തുകളെയും അംഗനവാടികളെയും ഉൾപ്പെടുത്തി ഐക്കൺ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. പറക്കോട് ബ്ലോക്ക് പരിധിയിലെ 210 അംഗനവാടികൾക്ക് പച്ചക്കറി വിത്ത് കിറ്റുകൾ വിതരണം ചെയ്തു. ശബരിമല തീർത്ഥാടകരുടെ റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഓട്ടോറിക്ഷകളിലും ചരക്ക് വാഹനങ്ങളിലും തീർത്ഥാടനം നടത്തുന്നത് കർശനമായി നിരോധിച്ചതായി ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിൽ ചെയർമാനായ ജില്ലാ കളക്ടർ അറിയിച്ചു. ഇത് സംബന്ധിച്ച കർശന പരിശോധന നടത്തുന്നതിന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തീർത്ഥാടകർക്ക് വഴിമധ്യേ ഉണ്ടാകാനിടയുള്ള വാഹന പരിശോധനയും അസൌകര്യങ്ങളും ഒഴിവാക്കുന്നതിന് ഓട്ടോറിക്ഷകളിലും ചരക്ക് വാഹനങ്ങളിലും ഒരു കാരണവശാലും തീർത്ഥാടനം നടത്തരുതെന്ന് കൌൺസിൽ സെക്രട്ടറി RTO അറിയിച്ചു. ചക്കുളത്തുകാവ് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പൊങ്കാല ഡിസംബർ 15 ധീരുഭായ് അംബാനി ട്രസ്റ്റ് ചെയർപേഴ്സൺ നിത അംബാനി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകളും ഇടവഴികളും ഉൾപ്പെടെ ഏകദേശം 70 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ നിരക്കും. 15 പുലർച്ചെ 4 ഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, 8 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥന, 9 മണിക്ക് നിത അംബാനി പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് 9:30 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരും. തുടർന്ന് 10:30 ദേവിയെ 34 ജീവിതങ്ങളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും. തിരികെ ക്ഷേത്രത്തിൽ എത്തിയാലുടൻ ദിവ്യാഭിഷേകവും ഉച്ചദീപാരാധനയും നടക്കും. വൈകിട്ട് 6 കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് KR പ്രതാപചന്ദ്രവർമ്മ വിശിഷ്ടാതിഥിയായിരിക്കും. UN വിദഗ്ധ സമിതി ചെയർമാൻ ഡോക്ടർ CV ആനന്ദബോസ് IAS കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകരും. പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ക്ഷേത്രം ട്രസ്റ്റിന്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സൌജന്യ ഭക്ഷണ വിതരണവും ചികിത്സയും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കും. അമ്മയുടെ അനുഗ്രഹം തേടി ധന്യരാകാൻ കേരളത്തിന് അകത്തും പുറത്തുനിന്നുമെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ നാവിൽ ദേവീസ്തുതികൾ കൊണ്ട് നിറയുമ്പോൾ ചക്കുളത്തുകാവും പരിസരവും തീർത്തും ഒരു യജ്ഞശാലയായി മാറും. പത്തനംതിട്ട നഗരസഭയ്ക്ക് 76 കോടി രൂപ ചെലവിൽ പുതിയ കുടിവെള്ള പദ്ധതി നടപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ ജല അതോറിറ്റി പൂർത്തിയാക്കിയ പത്തനംതിട്ട തൈക്കാവ് ശുദ്ധജല വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ പദ്ധതി നടപ്പാക്കുന്നതോടെ പത്തനംതിട്ട നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും. പദ്ധതി നടപ്പാക്കുന്നതിന് നഗരസഭ നൽകേണ്ട 10% വിഹിതം സംസ്ഥാന സർക്കാർ നൽകും. ജൻഡ്രം പദ്ധതി പ്രകാരം നടപ്പാക്കുന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണ്. തൈക്കാവ് ശുദ്ധജല വിതരണ പദ്ധതി മുഖേന 2000 പേർക്ക് കുടിവെള്ളം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നതിന് സൌജന്യമായി സ്ഥലം നൽകിയ തിരുവനന്തപുരം ബഥനി നവജീവൻ പ്രൊവിൻഷ്യൽ ഫാദർ ജോസഫ് കുരുവിളയെ മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. അഡ്വക്കേറ്റ് K. ശിവദാസൻ നായർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റോ ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് ദിനാഘോഷം സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ H. മെഹറുനിസ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ VK ഉഷ, PTA പ്രസിഡന്റ് സേവിയർ, PS ജെസി, ഡോക്ടർ ബിൻസി, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുദർശനൻ, സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ MR ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ തന്നെ സർ CP രാമസ്വാമികൾ ഉയർന്ന പീഠത്തിലിരിക്കുകയും ഇവരോട് താഴെ ഇരിക്കുക, താഴെയല്ല കുറച്ച് താഴെയുള്ള കുറച്ച് പൊക്കം കുറഞ്ഞ കസേര ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അവരതിന് തയ്യാറായില്ല. അവരെ വേറെ കസേര കൊടുക്കാഞ്ഞതുകൊണ്ട് അവർ മേശയുടെ മേടിച്ചു. അപ്പൊ പിന്നെ ഏകദേശം സർ CP അവരും എല്ലാം ഒരേ പ്രതലത്തിലായി. പിന്നെ മര്യാദയ്ക്ക് കസേരയെല്ലാം കൊടുത്ത് ചർച്ച ആരംഭിച്ചു. പിന്നെ CP പറഞ്ഞത് ഇവരുടെ ബുദ്ധിയെ ഞാനൊന്ന് പരിശോധിച്ചാണ് എന്നാണ് പിന്നെ അയാൾ ആ ജാള്യത മറിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഓരോ ഡിമാൻഡ് എടുത്തു. സർ CP പറഞ്ഞു ഒന്നാമത്തെ ഡിമാൻഡ് ഒഴിച്ച് സഹകൃതി അംഗീകരിച്ച എത്ര ബോണസ് വേണം തരാം, എത്ര കൂലി വേണം, എല്ലാം തന്നെയാണ്. പ്രായപൂർത്തി ഓട്ടവകാശം അത് അംഗീകരിക്കണം. പത്തനംതിട്ട ജില്ലയിലെ പ്രൈവറ്റ് ITIകളിൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ അപ്രന്റീസ് രജിസ്ട്രേഷന് ചെന്നീർക്കര ഗവൺമെന്റ് ITIയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് പടിഞ്ഞാറ്റോത്തറ കിഴക്ക് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക ഡിസംബർ 6 പ്രസിദ്ധീകരിക്കുമെന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ യമുന രവീന്ദ്രൻ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക 2014 ജനുവരി 24 പ്രസിദ്ധീകരിക്കും. പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുജാ ജോൺസൺ രാജിവെച്ചതിനെ തുടർന്നാണ് ഒഴിവ് വന്നത്. ചരമവാർത്തകൾ. ഇത്തിത്താനം കേളം കവലയിൽ കുമരംകളം പുതുപ്പറമ്പിൽ സരോജിനി നിര്യാതയായി 60 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. തെക്കക്കര ബാബുഭവനം കുമാരൻ നിര്യാതനായി 63 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. പൊങ്ങ പുത്തൻ വീട്ടിൽ മേരിക്കുട്ടി നിര്യാതയായി 65 വയസ്സായിരുന്നു സംസ്കാരം നടത്തി.
കായൽപ്പുറം പുത്തന്തുരുത്ത് വീട്ടിൽ വിജയൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളിങ്കുന്ന് വാഴയിലായ കൂട്ടുമേൽ KJ കുര്യാക്കോസ് നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10-ന് പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുളിങ്കുന്ന് യൂണിറ്റ് പ്രസിഡന്റായിരുന്നു പരേതൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.